ഡോക്ടറെ ഇത് ഞങ്ങളുടെ ലാസ്റ്റാണ്, ഇനി ഞങ്ങൾക്ക് എവിടെയും പോകാനില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഫസ്റ്റ് അവരുടെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാ തരം റിപ്പോർട്ട്സും ഉണ്ടാവും. ഞങ്ങൾ അതൊന്നും നോക്കാണ്ടാണ് ആദ്യം പൾസ് നോക്കി കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാനിവിടെ എല്ലാ റെക്കോർഡുമായിട്ട് വന്നതാണ്. ഇതൊന്നും കാണിക്കാതെ തന്നെ പുള്ളിക്കാരത്തി ഇത് കാണിച്ച് ഫസ്റ്റ് എയ്ഡായിട്ട് എല്ലാ അസുഖവും എനിക്ക് നിലവിലുള്ള അസുഖങ്ങളൊക്കെ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ കുറേ ഡോക്ടറെ കാണിച്ചിരുന്നു. ഓർത്തോ ഡോക്ടർമാരെല്ലാം കാണിച്ച സമയത്ത് എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് 2.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് വേദന ഒരുപാട് കുറവുണ്ട്. ഭയങ്കര വേദനയാണ്, എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയിപ്പോയി. 1 മാസത്തിന് മുന്നേ ഈ ലേഡി കൺസൾട്ടേഷൻ റൂം തുറന്ന് കയറി അകത്ത് വന്നിരുന്നു. എനിക്ക് സത്യം പറയാം, എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, ഞാൻ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽസും ഇല്ല, ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല. കാരണം അവർ എൻ്റെ അടുത്ത് ഇതുവരെ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ അവർ എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് അവരെ കാണുമ്പോൾ അവർ കാറിനുള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഇരിക്കുകയാണ്. അവർ കരയായിരുന്നു. ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ലായിരുന്നു. പിന്നെ MRI എടുത്ത്, കാരണം ഈ നമ്മുടെ എല്ലിൻ്റെ കറക്റ്റ് പൊസിഷനൊക്കെ പറയില്ലേ, C4 C5 അതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ MRI എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ ആ പോയിന്റ് തന്നെയാണ് എനിക്ക് ബൾജിങ് ഉണ്ടായിരുന്നത്. മലയാളികൾക്ക് പൊതുവെ അംഗീകരിക്കാൻ ഭയങ്കര മടിയാണ്. മിക്കവാറും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചേക്കാം എന്നുള്ള രീതി തന്നെയാണ് നമ്മളടുത്ത് വരാറ്. ഒരുപാട് പേര് പറയുന്നുണ്ട്, പിന്നെ ഇത്രയും ആധുനികമായിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോൾ ഒരു പൾസ് പിടിച്ച് എന്തോന്ന് പറയാനാ. ഇപ്പം ഈവൻ അലോപ്പതി ഡോക്ടേഴ്സ് പോലും പറയുന്നതാണ്, നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട് സംശയത്തിൽ ചോദിക്കുന്നത്. പുള്ളി എൻ്റെ മുന്നിൽ വന്നിരുന്ന് എന്നിലുള്ളൊരു വിശ്വാസത്തിലല്ല വന്നിരുന്നത്, എന്നെ പരീക്ഷിക്കാൻ വന്നിരുന്നതാണ്. പണ്ട് ഈ പറയുന്ന MRI CT ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവരെങ്ങനെയാണ് രോഗത്തിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്? തികച്ചും ഒരു ശാസ്ത്രപരമായിട്ട് കാര്യം തന്നെയാണ് ഈ പൾസ് റീഡിംഗ് എന്ന് പറയുന്നത്. പൾസ് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരുന്നത്? പാദത്തിന്റെ പൾസ് അടിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിയിലേ പാദത്തിന്റെ പൾസ് അടിക്കാവുള്ളൂ. ഒരു ബേസിക് തിയറി തന്നെയാണ്, ബ്ലൈൻഡ് ആയിട്ട് ചുമ്മാ പറയുന്നതല്ല. സിദ്ധവൈദ്യത്തിനെ പറ്റി അറിയാമോ? ഇല്ല, ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ട്രഡീഷണൽ മെഡിസിൻ ആണ് ഇന്ത്യയുടെ. അല്ല, ആയുർവേദത്തിന് മുമ്പാണോ? ഫസ്റ്റ് സിദ്ധയാണ്, അതിനുശേഷം ഒരു അറിവാണല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഡോക്ടറെ ഷൈജു ചേട്ടന്റെ പൾസ് ഒന്ന് പിടിക്കാം. കൈകാൽവരലിലേക്കൊക്കെ രക്തോട്ടക്കുറവ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ ലങ്സിനും ചെറിയൊരു ചുരുക്കമുണ്ട്, ഹാർട്ടിന്റെ ഇടിപ്പിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം. നിലവിളി ശബ്ദമുള്ള വണ്ടി വിളിയുടെ ബോബ. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഓൾമോസ്റ്റ് പറഞ്ഞതിലൊരു 90% കറക്റ്റാണ്. In a world obsessed with scans, screens, and reports, there are still healers who listen, not to machines, but to the human pulse. A pulse that carries stories of pain, balance, fear, hope, and healing. Today I'm sitting with a doctor who doesn't just check symptoms, she listens to the life itself. This is Shine with Nalan, and this is a conversation about healing beyond medicine. Welcome, Dr. Krishna Priya. നമസ്തേ. നമസ്കാരം. ഇന്നൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ബേസിക്കലി താങ്കൾക്കല്ല, ഷൈജു ചേട്ടനാണ്. അറിയോ? പുള്ളി അറിയോ? പിന്നെ നല്ല ചോദ്യം. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ്, താങ്കളെ ഇന്നിവിടെ വിളിച്ചിരുത്തി നമ്മൾ ഇത് മാത്രമല്ല, ഒരു വ്യക്തിത്വത്തിനെ കൊണ്ട് താങ്കളുടെ പൾസ് ചെക്ക് ചെയ്ത് താങ്കളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഡോക്ടർ കൃഷ്ണപ്രിയ എന്ന് പറയുന്നത് ബേസിക്കലി ഡോക്ടർ വിഷ്ണുമോഹൻ്റെ വൈഫാണ്. എനിക്കറിയാവുന്ന ഡോക്ടർ വിഷ്ണുമോഹൻ ഒരു ഗിഫ്റ്റഡ് പേഴ്സണാലിറ്റിയാണ്. ഹീസ് വർക്കിംഗ് ഫോർ ദി ആയുർവേദിക് ഡിവിഷൻ, അല്ലേ? നാച്ചുറോപ്പതി ഡോക്ടറാണ്. പൾസ് ചെക്ക് ചെയ്തിട്ടാണ് സ്കാൻ റിപ്പോർട്ട് പറയുന്നത്. പോയി ചെക്ക് ചെയ്താൽ പ്രോബബ്ലി ആ അസുഖം കാണുകയും ചെയ്യും. അപ്പോൾ ഡോക്ടർ വിഷ്ണുമോഹൻ്റെ വൈഫാണ് ഡോക്ടർ കൃഷ്ണപ്രിയ. സാധാരണ പാരമ്പര്യത്തിലും ബ്ലഡ് ലൈനിലും ഒക്കെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഈ വൈഫിന് എങ്ങനെയാണ് ഈ ഗിഫ്റ്റ് ഷെയർ ചെയ്ത് കിട്ടിയത്? അത് അങ്ങനെ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. മേ ബി ദൈവത്തിൻ്റെ ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ഭർത്താവിൽ നിന്നും ഭാര്യയിലേക്ക് കഴിവ് പകർന്ന് കിട്ടിയൊക്കെയാണ്. നമുക്ക് ഷൈജു ചേട്ടൻ്റെ പൾസ് പിടിച്ചുകൊണ്ട് തുടങ്ങാം.
കൈകാൽവിരലിലേക്കൊക്കെ രക്തോട്ടക്കുറവ് കാണിക്കുന്നുണ്ട്. നമുക്ക് കൈവിരലിനും കാൽവിരലിനും ഒക്കെ ഒരു മരവലായിട്ടോ തരിപ്പായിട്ട് വരാം. അതുപോലെ തന്നെ വയറ്റിലും നല്ല ഗ്യാസ് ഉണ്ട്. വയറ്റിൽ നിന്ന് പോകുന്നതും പൂർണ്ണമായിട്ട് പോകുന്നില്ല, നല്ല ദഹനം നടക്കാതെ വരുന്നുണ്ട്. അതിന് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും. പിന്നെ നമ്മളുടെ ലങ്സിനും ചെറിയൊരു ചുരുക്കമുണ്ട്. അപ്പോൾ അധികം സംസാരിച്ചാലോ ഇച്ചിരി ദൂരം നടന്നാലോ ഒക്കെ പെട്ടെന്ന് നമുക്കൊരു കിതപ്പ് വരാം, അല്ലെങ്കിൽ ശ്വാസം എടുക്കാനൊരു ബ്രീതിങ് ഡിഫിക്കൽട്ടി വരും, ഒരു അണയ്ക്കുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട് വരാം. ഹാർട്ടിൻ്റെ ഇടിപ്പിനും ചെറിയൊരു വ്യത്യാസമുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് പമ്പിങ് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫാറ്റി ലിവറും കാണിക്കുന്നുണ്ട്. അതും ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രേഡിലേക്ക് നിൽക്കുന്നുണ്ട്. കിഡ്നിയിലും ഒക്കെ ചെറിയ കല്ലുകൾ, മൈൽഡ് കാൽക്കുലസുകൾ കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. തുടയിലൊക്കെ ചെറിയ ചെറിയ നീർക്കെട്ടലുകളും വെരിക്കോസും കാണിക്കുന്നുണ്ട്. മുട്ടിൻ്റെ ഇടയിലുള്ള ലിഗമെൻ്റ് മെനിസ്കസിനൊക്കെ ചെറിയൊരു ടിയർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഒക്കെ മുട്ടിനൊരു ടൈറ്റ്നെസ് പോലെ, അല്ലെങ്കിൽ കൊളുത്തി പിടിക്കുന്ന പോലത്തെ വേദനയായിട്ടോ നീർക്കെട്ടലായിട്ടോ കാണിക്കുന്നുണ്ട്. കാലിൻ്റെ മസിലുകൾക്കും ചെറിയ ബലക്കുറവുണ്ട്. ചില ദിവസങ്ങളിൽ മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ പിടിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. നടുവിൻ്റെ നട്ടലുകൾക്കും കഴുത്തിൻ്റെ നട്ടലുകൾക്കും ചെറിയ രീതിയിൽ തേയ്മാനമായിട്ടും ചെറിയ ഡിസ്ക് ബൾജായിട്ടും കാണിക്കുന്നുണ്ട്. നടുവിൻ്റെ 5ാമത്തെയും ഇരിപ്പല്ലിൻ്റെ 1ാമത്തെയും നട്ടലുകൾ ചെറുതായിട്ട് അമർന്നിട്ടുണ്ട്, അത് ഡിസ്ക് ബൾജായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈറ്റ്നെസ് പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ നേരം ഒന്ന് സ്ട്രെയിൻ ചെയ്താലോ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ നമുക്കൊരു നടുവിനൊരു പിടുത്തം പോലത്തെ വേദനയും, അത് ചില സമയങ്ങളിൽ കാലിലേക്കൊരു വലിച്ചിൽ പോലത്തുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. കഴുത്തിൻ്റെ നട്ടലുകൾക്കും ചെറിയ സെർവിക്കൽ സ്പോണ്ടോലൈസിസ് എന്ന് പറയും, നട്ടലുകൾക്ക് ഉണ്ടാവുന്ന ചെറിയ തേയ്മാനമാണ്. അപ്പോൾ നമുക്ക് ഈ കഴുത്തിന് സ്റ്റിഫ്നെസ് പോലത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കഴുത്തിന് സ്വാഭാവികമായിട്ടൊരു വളവുണ്ടാവും, സെർവിക്കൽ ലോർഡോസിസ് എന്ന് പറയും, അത് കുറച്ച് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റനിങ് ഓഫ് സെർവിക്കൽ സ്പൈൻ എന്ന് പറയും, ഇച്ചിരി സ്ട്രെയിറ്റ് ആയി പോയിട്ടുണ്ട്. തലവേദനയും വരുന്നുണ്ട്, മൈഗ്രെയിൻ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിലവിളി ശബ്ദമുള്ള വണ്ടി വിളിയുടെ ബോബ അതല്ല, വാച്ച് ഞാൻ തിരിച്ച് കേട്ടിക്കോ. ഇനിയിപ്പം പറഞ്ഞു അല്ല, ഇതിനകത്ത് എനിക്ക് ഇനിയിപ്പോൾ ബാക്കിയൊന്നും ഇല്ലല്ലോ, തീർന്നില്ലേ? നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ആംബുലൻസ് വിളിക്കുക, എന്നെ കൊണ്ടാക്കുക. ഇവർക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആക്ച്വലി. ബേസിക്കലി നാച്ചുറോപ്പതി തോട്ട് പ്രോസസ്സിലാണ്, അല്ലാണ്ട് മെഡിസിൻസ് മാത്രമല്ല. അപ്പം ഈ ഡോക്ടറെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണവും ഞാൻ പറഞ്ഞ കണക്ക് രാത്രി 12 മണിക്ക് ഞാൻ ഇവരുടെ ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴും ഭാര്യയും ഭർത്താവും ഇവരെപ്പോഴാണ് ഉറങ്ങുന്നതെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ സീരിയസ്ലി വന്ന അപ്പം ഞാൻ തന്നെ ഇന്നലെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ നിങ്ങൾക്ക് റെസ്റ്റൊക്കെ വേണ്ടേ, നിങ്ങൾക്ക് ഈ താഞ്ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം എന്താ പറഞ്ഞാൽ പേഷ്യൻസ് വന്ന് മാർച്ച് വരെ ഈ ബോബൻ ഉൾപ്പെടെ ഒരു അപ്പോയിൻമെൻറ്റും ചോദിച്ചുകൊണ്ടിരിക്കുക. ഷൈജേട്ടാ, ഇപ്പോൾ ഇത് പറഞ്ഞതിനകത്ത് എന്തൊക്കെയാണ് ഷൈജേട്ടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓൾമോസ്റ്റ് പറഞ്ഞതിലൊരു 90% കറക്റ്റാണ്. ഡോക്ടറെ, ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് പോയി സ്കാൻ ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് പിന്നെ അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ, നേരത്തെ ഞാൻ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ കേട്ടത് ഇതാണ്, മലയാളികൾക്ക് പൊതുവെ അംഗീകരിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം നമ്മൾ അത്യാവശ്യം വീഡിയോസും നമ്മൾ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ പോകുന്നതാണ്. മിക്കവാറും നെഗറ്റീവ് കമൻസ് ആണ്. സാർ പറഞ്ഞതും ഞാൻ ശ്രദ്ധിച്ചു, ഷൈജു സാർ പറഞ്ഞപ്പോഴും ഞാൻ ശ്രദ്ധിച്ചതാണ്. മിക്കവാറും നമുക്ക് നെഗറ്റീവ് കമൻസ് മാത്രമാണ് കിട്ടാറ്. അപ്പോൾ അതിനകത്തുനിന്ന് മിക്കവാറും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചേക്കാം എന്നുള്ള രീതി തന്നെയാണ് നമ്മളടുത്ത് വരാറ്. വന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഏകദേശം ഓക്കെ. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു, ഡോക്ടറെ ഞാൻ വന്നത് എനിക്ക് ഞാൻ ഡോക്ടർ പറഞ്ഞതൊന്നും കാര്യമാക്കിയില്ല, പക്ഷേ എനിക്ക് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്, തലവേദന ഉണ്ട്, തലയിറക്കം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ എന്തായാലും മെഡിസിൻ എടുക്കൂ, അല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ലാണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എന്നെ വന്ന് കാണും. അപ്പോൾ പുള്ളി ജോലി സ്ഥലത്തേക്ക് പോയി, തിരിച്ച് കുറച്ച് ദൂരെയാണ്, അങ്ങോട്ട് പോയി. ഞാൻ വന്ന് കാണും, നമുക്ക് ഏതായാലും നേരിട്ട് സംസാരിക്കണം. അപ്പം ഞാൻ അതിപ്പോൾ മനസ്സിലാക്കി തന്നെ, പുള്ളി എൻ്റെ മുന്നിൽ വന്നിരുന്ന് എന്നിലുള്ളൊരു വിശ്വാസത്തിലല്ല വന്നിരുന്നത്, എന്നെ പരീക്ഷിക്കാൻ വന്നിരുന്നതാണ്. അപ്പോൾ തിരിച്ചു പോയപ്പോഴത്തേക്കും എന്തോ അത് ദൈവത്തിൻ്റെ ഒരു കളിയായിരിക്കാം, പുള്ളി തിരിച്ച് എന്നെ തന്നെ വിളിച്ചു കോളിൽ. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു, ഡോക്ടറെ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് പുള്ളി പറഞ്ഞത്. ഓക്കെ, ശരി, നമുക്കത് ശരിയാക്കാം എന്നുള്ള രീതിയിൽ തന്നെ പോയി മുന്നോട്ട്. ഡോക്ടറിന് എന്താണ് ഈ ഒരു ഇന്നത്തെ ഒരു മോഡേൺ മെഡിക്കൽ വേൾഡിൽ ഇത്രയും ടെക്നോളജിയൊക്കെ ഉള്ള സമയത്ത് ഇതെങ്ങനെയായിരിക്കും ജനങ്ങളെ സാധാരണ ഹെൽപ്പ് ചെയ്യുക? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭൂരിഭാഗം ആൾക്കാരും സംശയത്തിൻ്റെ പുറത്ത് തന്നെയാണ് വരുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട്, പിന്നെ ഇത്രയും ആധുനികമായിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോൾ ഒരു പൾസ് പിടിച്ച് എന്തോന്ന് പറയാനാ. ഇപ്പം ഈവൻ അലോപ്പതി ഡോക്ടേഴ്സ് പോലും പറയുന്നതാണ്, നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട് സംശയത്തിൽ ചോദിക്കുന്നത്. നമ്മളുടെ പൂർവികന്മാർ
പണ്ട് ഈ പറയുന്ന MRI CT ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവരെങ്ങനെയാണ് രോഗത്തിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്? ഇപ്പം ഞാൻ പഠിച്ചത് സിദ്ധവൈദ്യമാണ്. സിദ്ധവൈദ്യത്തിൽ പഠിക്കുമ്പം അതൊരു ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെ ഞാൻ പഠിക്കാൻ പോയത് തന്നെയാണ്. പക്ഷെ പഠിച്ച് വന്നപ്പോഴെനിക്ക് മനസ്സിലായത് അതൊരു മിറാക്കിളാണ്. ഇപ്പം എങ്ങനെയാണ് സിദ്ധന്മാർക്ക് ഇന്ന രോഗത്തിന് ഇന്ന മെഡിസിൻ അല്ലെങ്കിൽ ഈ ചെടി കൊണ്ട് ആ രോഗത്തിനെ മാറ്റാമെന്ന് എങ്ങനെ അവരറിയുന്നു? അതൊരു സിദ്ധി തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സിദ്ധിയും അല്ലെങ്കിൽ തികച്ചും ഒരു ശാസ്ത്രപരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പൾസ് റീഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും വാദം, പിത്തം, കഫം എന്ന് പറയുന്ന 3 ഹ്യൂമേഴ്സ് നമ്മുടെ ബോഡിയിൽ ഒരു കറക്റ്റ് റേഷ്യോയിൽ ഇരുന്നിട്ടാണ് നമ്മുടെ ബോഡി നേരെ പോകുന്നത്, അല്ലെങ്കിൽ രോഗം വരാതെ പോകുന്ന ഒരു കറക്റ്റ് റേഷ്യോയിൽ ഇരിക്കുമ്പോഴാണ്. ആ റേഷ്യോയിൽ ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾക്ക് രോഗങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത്. പിത്തം പൾസ് കൂടുന്നത് കൊണ്ട്, ഇപ്പോൾ സാറിന് ഞാൻ ഫാറ്റി ലിവർ പറഞ്ഞു, പിത്തം പൾസ് കൂടി നിൽക്കുമ്പം സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. ഇപ്പം എല്ലാവർക്കും ഡൗട്ട് തന്നെ, ഫാറ്റി ലിവർ ഇല്ലാത്ത മനുഷ്യന്മാർ ഇപ്പോൾ ഈ ലോകത്തുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ടാണ്? നമ്മളുടെ സംസ്കാരം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ശൈലി കൊണ്ടുണ്ടായൊരു പ്രശ്നമാണ്. പണ്ട് എത്ര പേർക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നത്? മേലനങ്ങി പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെ മേലനങ്ങാതെ ഇരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തികച്ചും ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾക്കിപ്പം ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികൾ, ഈ സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല, നമ്മളത് കൺഫർമേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മൾ മലയാളികളാണ്, സ്വാഭാവികമായിട്ടും. പിന്നെ ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞ് നടുവേദനയില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും MRI പോലുള്ള കാര്യങ്ങളിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ അത് നോക്കി അത് കൺഫേം ചെയ്തിട്ട് അതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് സ്കില്ലും സയൻസും ബ്ലെസ്സിങ്ങുമായിട്ടുള്ളൊരു കണക്ഷനാണ്. ഉറപ്പായിട്ടും. ബ്ലെസ്സിങ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇതിനകത്ത് ഇപ്പം ഷൈജേട്ടൻ ഫാറ്റി ലിവറിൻ്റെ കാര്യം റെഫറൻസ് ആയിട്ട് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പേര് പറയാം, ശംഭു എന്ന് പറയും, ശംഭു ഹരിത. പുള്ളി ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറാണ്. പുള്ളിയുടെ ഫാറ്റി ലിവർ പോയി ചെക്ക് ചെയ്തപ്പോൾ അത് റിവേഴ്സായി. ഇപ്പോൾ പുള്ളിക്ക് ബെറ്റർ ആയെന്ന് പറഞ്ഞു. പുള്ളി ബീട്രൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നുള്ളു കല്ലുപ്പും, നാരങ്ങയും, ശുദ്ധമായ ചെറുതേൻ ഉണ്ടെങ്കിൽ ഇത് കുടിച്ചാൽ നിങ്ങളെ ഫാറ്റി ലിവറിന് അത് ഹീൽ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാനൊരു വീഡിയോ ഇട്ടതാണ്. ഇത് പുള്ളിയുടെ വൈഫ് കണ്ടിട്ട് പറഞ്ഞ് പുള്ളി ഇത് പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ ഡോക്ടറെ, ഈ മരുന്നുകൾ അവിടെ നിൽക്കട്ടെ, ഈ ബേസിക്കലി നല്ലൊരു ഫുഡ് പ്ലാൻ ഉണ്ടെങ്കിൽ പകുതി കൂടുതൽ അസുഖങ്ങളും ഭേദമാവില്ലേ? ഉറപ്പായിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങൾ നേരത്തെ സംസാരിച്ചത് തന്നെയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം എത്ര പേരാണ് വീട്ടിൽ കുക്ക് ചെയ്ത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക? ഇപ്പോൾ വേണ്ട, നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യുന്നത് പോലും പൊടികൾ പ്യുവർ അല്ലല്ലോ. നമ്മൾ എത്ര പേര് മല്ലി കുത്തി പൊടിച്ച് കൊണ്ടുവരുന്നുണ്ട്, എത്ര പേര് ഉണക്കമുളക് ഉണക്കി പൊടിച്ച് കൊണ്ടുവരുന്നുണ്ട്? വളരെ കുറവാണ്. എല്ലാവരും പാക്കറ്റിലാണ് മേടിക്കുന്നത്. ഈ സാധനങ്ങൾ കഴിച്ച് എണ്ണയാണ് നമ്മുടെ വയറ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് നല്ലൊരു ഫുഡ് പ്ലാൻ പറഞ്ഞു കൊടുക്കാത്തത്? ആക്ച്വലി നമുക്കങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഇപ്പം ഫുഡ് നോക്കണം, ഇന്ന കാര്യങ്ങൾ നല്ലതാണ്, ഇന്നത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ബേസിക്കലി നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ഒരു ഫുഡ് പ്ലാനും കൂടെ കൊടുത്തിട്ട് തന്നെയാണ് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല അല്ലേ ഷൈജേട്ടാ? ഇതിനകത്ത് ഇപ്പോൾ ഷൈജേട്ടന് ഞാൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ മരുന്നിൻ്റെ കൂടെ തന്നെ ഞാനൊരു ആഹാരത്തിൻ്റെ പ്ലാൻ എഴുതി തന്നാൽ, ഒരു പരിധി വരെ താങ്കൾക്ക് എഴുതി തന്നാൽ തീർച്ചയായിട്ടും അല്ലേ, അത് ഇതുപോലത്തെ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യണ്ടേ? 100%. കാരണം ചില ആഹാരം മരുന്നല്ലേ അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ എന്താ പറയുക, പഴമക്കാരൻ മുഴുവൻ പറയുന്നത് ആഹാരമാണ് മരുന്ന്, ഗുണവേ മരുന്നെന്ന് പറയും തമിഴില്. അപ്പം അതൊരു പ്രത്യേകിച്ച് ഒരു ഡോക്ടർ കൈപ്പടയിൽ എഴുതി മരുന്ന് കുറിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ആഹാരം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം ഇദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഇമീഡിയറ്റ് റിലീഫ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നാളെ തൊട്ടുള്ള ഫുഡ് പ്ലാൻ കറക്റ്റ് ചെയ്യുന്നതല്ലേ? അതെ, ഉറപ്പായിട്ടും. ഫസ്റ്റ് ശരിയാക്കേണ്ട ഫുഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫുഡിൽ ഇപ്പോൾ pH വാല്യൂ ബേസ് ചെയ്തിട്ട് അസിഡിക് ആൽക്കലൈൻ റേഷ്യോ ആണല്ലോ അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസിഡിക് റേഷ്യോ കയറി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ഫുഡൊക്കെ ആയിരിക്കും ഡോക്ടർ അഡ്വൈസ് ചെയ്യുക? അധികം മസാലയുള്ള സാധനങ്ങൾ കഴിക്കരുത്, അച്ചാറ് പോലുള്ള സാധനങ്ങൾ എടുക്കരുത്. പിന്നെ ഈ പറയുന്ന പോലെ ചായ, കാപ്പി പോലുള്ള ഭക്ഷണങ്ങൾ ഒന്ന് തീരെ അവോയ്ഡ് ചെയ്യണമെന്നല്ല, ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പുളി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, എരിവ്, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, ബേക്കറി സാധനങ്ങൾ, സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും. ഇപ്പം നമ്മളുടെ മഹാഭാരതത്തിൽ തന്നെ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ അല്ലേ, സാത്വിക്, രാജസിക്, തമാസിക്, ഈ 3 ഫുഡ് ഫോമാണുള്ളത്.
ഇതിൽ സാത്വിക് ഫുഡ് ഫോമിലേക്ക് വരണം എന്നുള്ളതാണ്. ഇത് ഡയറ്റല്ല. ഡയറ്റ് എന്ന് തന്നെ ഒരു ബാഡ് ടെർമിനോളജിയാണ്, അല്ലേ ഡോക്ടർ? സാത്വിക് ഫുഡ് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം പലരും നീ ആരാ ഡോക്ടറാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ഡോക്ടറും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വസ്ഥമായല്ലോ, അല്ലേ? നീ എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലേ ഇതാണ്ടേ ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ ഇദ്ദേഹത്തിനെ പോലത്തെ സെലബ്സ് അവർ ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, സ്ട്രെസ് ചെയ്യുന്നുണ്ട്, പുള്ളി വോക്കൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വ്യക്തിത്വങ്ങൾക്ക് ഒരു സർവീസ് ഇമ്പോർട്ടൻ്റ് അല്ലേ? അത് ഉറപ്പായിട്ടും. ഞാനും ഇപ്പം ഷെഫ് പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും പറയാറ്. നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാറില്ലേ, നമുക്ക് നമ്മുടെ ബോഡീനെ സർവീസ് ചെയ്യേണ്ടത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണത്. അങ്ങനെയാണ്. ലാസ്റ്റ് ടൈം എന്നാണ് ഈ വണ്ടി സർവീസ് ചെയ്തത്? ഒരുപാടായി. അപ്പോൾ കാർബറേറ്റർ ഒന്നും മാറ്റിയിട്ടില്ല. കാർബറേറ്ററൊന്നും മാറ്റിയിട്ടൊന്നുമല്ല, വണ്ടി സർവീസ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക, നമ്മളല്ലേ ഈ വണ്ടി സർവീസ് എന്ന് വെച്ചാൽ ആ എടുത്തൊരു 3 മാസത്തെ ഫസ്റ്റ് സർവീസ്, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ സെക്കൻഡ് സർവീസ്, 1 വർഷത്തെ തേർഡ് സർവീസ്, പിന്നെ ഇപ്പം 90% ആളുകൾ പിന്നെ തോന്നുമ്പോഴൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറെ ഈ ഫിയർ ഫാക്ടർ മാറ്റണ്ടേ? അല്ലേ? അതിന് ജനങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സ്കാൻ റിപ്പോർട്ടും ആവശ്യമില്ലാത്ത ടെസ്റ്റും ഒക്കെ എഴുതി ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ തന്നെ 3 ദിവസം വെന്റിലേറ്ററിലൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ബിൽ പേയ്മെൻറ്റും ഒക്കെ വാങ്ങിച്ച് മലയാളികളെ അങ്ങ് പേടിപ്പിക്കും. പിന്നെ ഇൻഷുറൻസും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരു സാധാരണക്കാരൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കണം? അതൊരു വല്ലാത്തൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ. ശരിയാണ്. എങ്ങനെ വിശ്വസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ചികിത്സ പോകുന്നത്. അതെ, ഉറപ്പായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് തന്നെ കാണിക്കണം. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയിട്ട് ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിലാണ്. ഒരുപാട് പേഷ്യൻസ് അങ്ങനെ പറയാറുണ്ട്, ഡോക്ടറെ ഇത് ഞങ്ങളുടെ ലാസ്റ്റാണ്, ഇനി ഞങ്ങൾക്ക് എവിടെയും പോകാനില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നമുക്കൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ദൈവമേ ഇവിടെ ഇവരെ രക്ഷിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വരും. ഫസ്റ്റ് അവരുടെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാ തരം റിപ്പോർട്ട്സും ഉണ്ടാവും. ഞങ്ങൾ അതൊന്നും നോക്കാണ്ടാണ് ആദ്യം പൾസ് നോക്കി ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ദെൻ ഡോക്ടറെ ഇതെല്ലാം ഒരു മനോഹരമായ ഇൻസിഡൻറ്റ് പറയാൻ കാണുമല്ലോ, ഇഷ്ടംപോലെ ടെസ്റ്റ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കയറി ചെന്നപ്പം ഇല്ല ടൈയൊക്കെ കെട്ടിയിട്ട് നമ്മൾ മാർക്കറ്റിങ്ങിന് ആൾക്കാരെ നിർത്തിയേക്കുമല്ലോ, അതാണെന്ന് വിശ്വസിക്കൂ. ഞാനവിടെ ചെന്ന് കഴിയുമ്പോൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ പറയില്ല, സുഹൃത്താണ്, എന്നെ എടുത്തുകൊണ്ട് വന്നതാണ് ഇവിടെ. എനിക്കിപ്പോൾ നിൽക്കാനും ഇരിക്കാനും ഒക്കെ പറ്റും. അയാൾ നിന്നങ്ങ് ബ്രാൻഡ് ചെയ്യുക, അയാളുടെ അവസ്ഥയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ എത്ര പേര്, ഒരു അമ്മ ഇവരുടെ അടുത്ത് വെളുപ്പാങ്കാലത്ത് 7-8 മണിക്ക് നിന്നിട്ട് ആ അമ്മ ഡോക്ടർ വരുമ്പോഴത്തേക്ക് ഡോക്ടറെയും കാത്ത അമ്മയോടെ നിൽക്കുക, വിഷ്ണുമാൻ ഡോക്ടറെയും കാത്ത് നിൽക്കുക. അപ്പോൾ ഡോക്ടർ ടെൻഷനായി, തലേന്ന് ഇനി കൊടുത്ത മരുന്നിൻ്റെ വല്ലതും ആണോ എന്താണെന്ന് അറിയില്ലല്ലോ. ഉടനെ കണ്ടപ്പം മോനെ എനിക്ക് ഇന്നലെ വയറ്റിൽ നിന്ന് പോയെന്ന്. ആ അമ്മയുടെ പ്രതിസന്ധി ഈ അടുത്ത കാലത്തൊന്നും അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് വയറ്റിൽ നിന്ന് പോയിട്ടില്ല. പലരും അത് കളിയാക്കുന്നു, പക്ഷേ ഒരു പ്രതിസന്ധി ആലോചിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ബ്ലെസ്സിങ്സ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു 3 മാസം മുന്നേ ഒരു അധികം പ്രായമൊന്നുമില്ല, ഒരു 40-ന് താഴെയുള്ള ഒരു ലേഡിയാണ്. അവർ ഇറങ്ങാൻ വയ്യ, കാറിൽ തന്നെ ഉള്ളിലിരിക്കുകയാണ്. അവർക്ക് മുട്ടിനാണ് പ്രശ്നം. പക്ഷേ എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ടാണ് നോക്കണം, പുറത്ത് പോയിട്ടാണ് നോക്കണം, അകത്തേക്ക് വരാൻ പറ്റുന്നില്ല അവർക്ക്. നമ്മുടെ കയ്യിൽ വീൽ ചെയറും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയി നോക്കിയിട്ട് ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, മുട്ടിനാണ് കൂടുതൽ പ്രശ്നം, നമുക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കാം, മെഡിസിനും പോകാം. ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിരുന്ന് കരഞ്ഞു. സീരിയസ്ലി എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനൊരു ഹോപ്പിൽ വിളിക്കുകയാണ്. ഓക്കെ, എന്തോ നമ്മുടെ മനസ്സിലിരുന്നിട്ട് ആരോ പറയുന്നു ഓക്കെ നീ എടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എടുത്താണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റ് പോയി. നമ്മൾ മുട്ടിനാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അത് നമ്മൾ കറക്ഷൻ ടെക്നിക്ക് എന്ന് പറയും. മുട്ടിനാണെങ്കിലും ശരി, നമ്മുടെ ലിഗമെൻസിനൊക്കെ ബലം ഇല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ ചിരട്ട കുറച്ച് അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് അതിൻ്റെ ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത്. ഇത് ചെയ്തു. അവർക്ക് 2-3 പ്രാവശ്യം ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ കൊടുത്തു. അവർക്ക് അടുപ്പിച്ച് കുറച്ച് നാളെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കറക്ഷൻ പോലുള്ള ടെക്നിക്കുകൾ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഇതുണ്ട്, സിസ്റ്റമുണ്ട്. അതിനകത്ത് ഇവരുടെ പേരൊന്നും ഞാനൊന്നും ഇതുവരെ എൻ്റർ ചെയ്തിട്ടില്ല. അവർക്ക് മെഡിസിൻ കൊടുക്കണു, പോകുന്നു. കാരണം എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ ഇതുവരെ കയറിയിട്ടില്ല. കഴിഞ്ഞ ഒരു 20 ദിവസങ്ങൾക്ക് മുന്നേ, അല്ല 1 മാസത്തിന് മുന്നേ ഈ ലേഡി കൺസൾട്ടേഷൻ റൂം തുറന്ന് കയറി അകത്ത് വന്നിരുന്നു. എനിക്ക് സത്യം പറയാം,
എനിക്കെന്തോ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, ഞാൻ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽസും ഇല്ല, ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല. കാരണം അവർ എൻ്റെ അടുത്ത് ഇതുവരെ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ അവർ എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഫസ്റ്റ് അവരെ കാണുമ്പോൾ അവർ കാറിനുള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഇരിക്കുകയാണ്. അവർ കരയായിരുന്നു, ഒരു രക്ഷപ്പെടുമോ എന്നറിയാൻ. ആ ഹസ്ബൻഡാണ് കൊണ്ടുവന്നത്. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. തന്നെത്താനെ നടന്നു വന്ന്, മറ്റേത് പിടിക്കാതെ നടക്കില്ല, എടുത്തോണ്ട് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പം സത്യം പറയാലോ, അപ്പം അവരുടെ ഉള്ളിൽ എന്തായിരിക്കും, നമുക്ക് ദൈവം വന്ന് നിന്നു എന്നുള്ള രീതിയിലുള്ള ഡയലോഗ്സ് ആയിരിക്കും പറഞ്ഞു. ഞാൻ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതാണ്, അവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനായിട്ടൊരു വഴിയായി എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് നടന്ന കാരണമാണ് എനിക്കിതൊരു ഓർമ്മയിൽ വന്നത്. അതൊരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര മൊമെൻ്റാണ്. ഇപ്പം ബേസിക്കലി ഡോക്ടർ നമ്മൾ കുട്ടിക്കാലം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ഡോക്ടറുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ പറയുന്ന ആയുർവേദ ഫുഡുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നു? ഇതൊരു ഗിഫ്റ്റായിട്ട് വന്ന് ചേരണോ, ഇപ്പോൾ ഏത് വഴിയിലാണെങ്കിലും അല്ലേ ചോദിച്ചോടാ? എൻ്റെ ഗിഫ്റ്റ് ഡോക്ടർ വിഷ്ണുമോഹനാണ്. അത് വിളിച്ചില്ല. ഫാമിലിയിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? എൻ്റെ തലമുറയിൽ അങ്ങനെ ഇല്ല. എങ്ങനെയാണ് ഇത് സ്കൂളിൽ പഠിച്ചു? എങ്ങനെയായിരുന്നു ഇപ്പം നമ്മളെ ചേച്ചോട്ടൻ പറയണൊക്കെ എങ്ങനെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയാണ്? ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നോ? ഓഫ് കോഴ്സ് എനിക്ക് ഡോക്ടർ ആവണം തന്നെയായിരുന്നു ആഗ്രഹം. ഹീൽ ചെയ്യുക, പണ്ടേ എനിക്ക് തിരുമാനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരുമിയാൽ വേദന കുറയുന്നുണ്ടെന്നൊക്കെ പണ്ട് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു. നീ ആയുർവേദത്തിന് പോയാൽ മതി, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിനക്ക് കുറച്ചുകൂടെ, നിന്റെ നല്ല പ്രഷർ ഉണ്ട്, നിന്റെ കൈ കൊള്ളാം എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഈ ശരീരത്തിനകത്ത് അത്രയും വലിയൊരു ബ്രൂസിൽ ഇരിപ്പുണ്ട്. പിന്നെ അല്ല കണ്ടിട്ടുണ്ടോ ഡോക്ടർ? കാലൊക്കെ പിടിച്ചൊക്കെ നേരിടുകയായിരുന്നു. അതെ, ചില സമയത്തൊക്കെ വീഡിയോസൊക്കെ വരാറുണ്ട്. ഞാൻ ആലോചിക്കും ഇത് എങ്ങനെ എടുത്ത് പൊക്കുന്നതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സിദ്ധവൈദ്യത്തിനെ കുറിച്ച്, ഞാൻ സിദ്ധയാണ് പഠിച്ചത്, സിദ്ധ മെഡിസിൻ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേരള എൻട്രൻസ് ഒക്കെ എഴുതി ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. 5.5 വർഷത്തെ കോഴ്സാണ്. 4 വർഷം പഠിക്കാനും 4.5 വർഷം പഠിക്കാനും 1 വർഷത്തെ ഹൗസ് ഏജൻസിയുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെയും പറഞ്ഞത് തന്നെയാണ്, നമുക്ക് അവനകത്തു നിന്ന് കുറേ അത്ഭുതങ്ങൾ അറിയാനുണ്ട്. സിദ്ധന്മാരുടെ കാര്യങ്ങളാണെങ്കിലും മരുന്ന് പ്രിപ്പറേഷൻസ് ആണെങ്കിലും ഒരു ഡിവൈൻ ആയിട്ടുള്ള കാര്യം. പണ്ടേ അമ്പലവാസിയാണ്, അമ്പലത്തിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. അപ്പം അതിലും നമ്മളുടെ ഈ സിദ്ധവൈദ്യത്തിലാണെങ്കിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു മേഖലയാണ് സിദ്ധം. അല്ലെങ്കിൽ സിദ്ധവൈദ്യത്തിനെ പറ്റി അറിയാം? ഇല്ല, ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ട്രഡീഷണൽ മെഡിസിൻ ആണ് ഇന്ത്യയുടെ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതെല്ലാം വന്നത്. കൂടുതലും നമ്മുടെ ലിറ്ററേച്ചറും കാര്യങ്ങളും എല്ലാം തമിഴാണ്. സിദ്ധന്മാർ ദ്രവീഡിയൻസ് ആയുർവേദമല്ല. ആയുർവേദം ആയുർവേദത്തിന് മുമ്പാണോ? ഫസ്റ്റ് സിദ്ധയാണ്, അതിനുശേഷം അറിവാണല്ലേ? തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ഒരു അമ്മയുടെ മക്കളാണ് രണ്ടുപേരും. കുറേ മെഡിസിൻസ് ഒക്കെ സിമിലർ ആണ്. ഇപ്പം അവർ അശ്വഗന്ധം എന്ന് പറയുന്നത് നമ്മൾ അമുക്കുര ചൂർണം എന്ന് പറയും. അശ്വഗന്ധ ചൂർണം, അമുക്കുര ചൂർണം എന്ന് പറയുന്നത് ദ്രാവിഡിയൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലും തമിഴ്നാട്ടിൽ ഇത് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം തമിഴ്നാട്ടിൽ തന്നെയാണ്, ചെന്നൈയിലാണ്. ഇപ്പോൾ ലാലേട്ടനാണ് റീസെൻ്റ്ലി അല്ലേ? ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതൊരു ലെജൻഡ് അല്ലേ? അല്ലോ, ഈ ലാലേട്ടനാണെങ്കിൽ നമ്മൾ വൈദ്യശാസ്ത്രം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ട്. കാരണം ആയുർവേദ അല്ലെങ്കിൽ ഈ ചികിത്സാ രീതികളെ പറ്റി നമ്മൾക്ക് പോലും അറിയാത്ത രീതിയിലുള്ള അത്രയും അറിവുള്ള ഒരു മനുഷ്യനാണത്. അപ്പോൾ എൻ്റെ ചോദ്യം, ലാലേട്ടൻ്റെ പൾസ് പിടിച്ചും ഈ കാര്യം പറഞ്ഞിട്ടാണോ ലാലേട്ടനെ കാണാനൊരു അവസരം കിട്ടുന്നു, ഇത് കേൾക്കുന്നു, ലാലേട്ടൻ വിചാരിക്കുന്നു ഉടായിപ്പാണ്, ഇല്ല ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കാം. അതിന് പകരം ഇവരൊരു ഫാമിലി ആക്കുന്നു, പിന്നെ ഇവർ നിരന്തരം പോകുന്നു, കാണുന്നു. ദാറ്റ് മീൻസ് ഒരു ഗിഫ്റ്റ് അല്ലേ? ഒരാളെ അക്നോളജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലാലേട്ടനെ പോലത്തെ ഒരാളെ അക്നോളജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടൻലി ദർ ഇസ് എ ഗിഫ്റ്റ് ബിയോണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും വ്യക്തിത്വങ്ങളെ ഇന്ന് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ, അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞു താങ്കൾ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എന്നെ ട്രോൾ ചെയ്ത് മീം ചെയ്ത് അല്ലേ, എന്നെ ഹരാസ് ചെയ്ത്, പക്ഷേ ഐ ടുക്ക് ഇറ്റ് ഓൾ ഇൻ എ പോസിറ്റീവ് സെൻസ്. ഇവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? രോഗം മാറുക എന്നതാണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായ സംഗതി അല്ലേ? രോഗം മാറുന്നുണ്ടെങ്കിൽ അത് ഏത് വഴിയിലൂടെയാണോ രോഗം മാറുന്നത്, റിസൾട്ട് മാറ്റേഴ്സ്. അപ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനുവേണ്ടി എന്താ പറയുക, അതിനെ കൂടുതൽ പ്രചരിപ്പിക്കാനും ഒക്കെ തയ്യാറാവുന്നതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഡോക്ടർ ബേസിക്കലി ഭയങ്കര ടാലൻറ്റഡ് ആണ്, അതറിയാം. ഭയങ്കര ഡാൻസ്, പാട്ട്, അതാണ് ഭാര്യയും ഭർത്താവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇപ്പം ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക് പോവാം. രണ്ടുപേരും പാട്ട് നമുക്ക് ഷൈചേട്ടന് വേണ്ടി പാടിയാലോ? രണ്ടുപേരും പാട്ട് പാടിയ ഒരു സാധനം തരും, ഗിഫ്റ്റ് തരും. റെഡി? ഗിഫ്റ്റ് റെഡി ആയിക്കോ. പാടിക്കോ. വാർമുകിലേ വാനിൽ നീ
വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി ഇനി നീ വഴിയോ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. ഒരു ചോദ്യത്തോടുകൂടി ടീ ബ്രേക്ക് പോവാണ്. ഹാവ് യു എവർ ഡിറ്റക്റ്റഡ് സംതിങ് സീരിയസ് ബിഫോർ ദ റിസൾട്ട് ഹാസ് കം? ടീ ബ്രേക്കിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഷൈൻ വിത്ത് നളൻ. ഡോക്ടറെ, ഇതാണ് സ്മോക്ഡ് ബ്ലൂ ടീ. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയി. ഞങ്ങൾ ഒരെണ്ണം കഴിച്ചിട്ടിരിക്കുക, പക്ഷെ നമുക്ക് ഒരെണ്ണോട് ആവാം അല്ലേ വൈദ്യരെ? തീർച്ചയായിട്ടും. ആ ദാമോദർജി, ഇത് തേൻ മിഠായി. നമ്മളെ കുട്ടിക്കാലത്ത് ഭരണിയിലൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു തേൻ മിഠായി. ഞങ്ങളുടെ കുട്ടിക്കാലം എൻ്റെ കുട്ടിക്കാലത്തുണ്ട് ഉണ്ടായിരുന്നല്ലേ? ആ കൊള്ളാട്ടോ. ഡോക്ടർ അതിൻ്റെ കൂടെ എള്ളുണ്ട കഴിക്കണം. ലോകപ്രശസ്തമായ എള്ളുണ്ടകളെ പറ്റി ഫ്ലോയിഡ് എഴുതിയിട്ടുണ്ട്. അത് തേങ്ങ തട്ടിക്കളയുന്നു. എന്തുവാ കട്ടി കളഞ്ഞില്ല. പാപ്പട ഞാൻ തേങ്ങ തിരി കൊണ്ടുവന്ന ഞാൻ ശേഷി അണ്ണനെടുത്തു. എട്, ധൈര്യമായിട്ട് എട്. ഇതിനകത്തൊന്നും യാതൊരു ചമ്മലും വേണ്ട. ചമ്മലല്ല. എട്. അൾട്ടിമേറ്റാ ഡോക്ടറെ, ഒന്നും പറയാനില്ല. സാധാരണ എള്ളുണ്ടേക്കാളും ഒരു വ്യത്യസ്തമായ എള്ളുണ്ട. ഇതാണ് എള്ളുണ്ട. സാധാരണ കഴിച്ചതൊന്നും എള്ളുണ്ട. അതെ, എള്ളിൻ്റെ ഔഷധ ഗുണങ്ങൾ ഡോക്ടറിന് അറിയാമല്ലോ, ഒന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവും. ഏറ്റവും നല്ല യൂട്രസിന്. ഈ പീരിയഡ്സിന്റെ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആരാ? അല്ല, സ്ത്രീകളുടെ പൈനാപ്പിൾ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ്, പ്രത്യേകിച്ചും ലേഡീസിന് അല്ലേ? പക്ഷെ അവരത്തൊക്കെ അത് പറയുമ്പം അവർക്ക് മരുന്ന് മതി. ഇപ്പോൾ ഇവർ വിഷ്വൽസ് കൊടുക്കുന്നത് തന്നെ ഇന്നത് കഴിക്കണം, ഇന്നത് കഴിച്ചാൽ നന്നായിരിക്കും അല്ലേ? അപ്പം ജനങ്ങളിത് പിന്നെ നേരത്തെ പറഞ്ഞാൽ അവർ ശീലിച്ചത് എങ്ങനെയായിരുന്നു ആ ഡയലോഗ്? പാലിക്കൂ. നമുക്കൊന്ന് മാറ്റി പിടിക്കാം അല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് എത്ര പേർക്ക് അറിയാത്? അതെ, ഫെറാറോ റോഷോയെക്കാട്ടിയും കിടിലമാണ് എൻ്റെ എള്ളുണ്ട. സത്യം. കഴിഞ്ഞൊരു 25 വർഷമായിട്ട് കുട്ടികളെ വളർത്തുന്ന പാരൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പാരൻ്റ് പറഞ്ഞു, എൻ്റെ മോന് മന്തി മാത്രം മതി. ഞാൻ ആ പാരൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു പ്രോഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ ആ മാനുഫാക്ചറിനെ അല്ലേ തന്തയ്ക്ക് വിളിക്കണ്ടേ? അതെ, പ്രോഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ മാനുഫാക്ചറിനെയാണ്, പ്രൊഡക്ഷൻ യൂണിറ്റാണ്. നമ്മളെപ്പോഴും ശീലിപ്പിക്കുന്നത് പോലെ കുട്ടികൾ വളരുള്ളൂ അല്ലേ? നമ്മൾ കൊടുത്താലല്ലേ അവർക്ക് അറിയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഡോക്ടർ, ഇന്നത്തെ കുട്ടികളുടെ ആഹാര രീതി തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ആരോഗ്യ സമ്പന്നരാവാതെ പോകുന്നതിൽ ആക്ച്വലി കുട്ടികളിലാണോ തെറ്റ്, പാരൻസിലാണോ തെറ്റ്? പാരൻസിനാണ് തെറ്റ്. നമ്മൾ എൻ്റെ മോൾക്ക് ഫ്രൈഡ് റൈസ് മാത്രമേ ഇഷ്ടമുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളുടെ അകത്തളങ്ങളിലാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ തെറ്റ് അരങ്ങേറിയതും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ഇന്ന സാധനം മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നതിലൂടെ അയാൾക്കത് പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ? പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? അല്ലേ? പാരൻസ് അല്ലേ? അല്ലേ? അപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ കുട്ടികൾക്ക് സെഷൻ കൊടുക്കാൻ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓഫീസർ ഡോക്ടർ പ്രവീൺ ഞാൻ ഡോക്ടർ വിഷ്ണു മോഹൻ്റെ അടുത്ത് അതിനകത്ത് കൂടാൻ പറഞ്ഞു. കാരണം ഡോക്ടേഴ്സും ഒരു ഷെഫും കൂടെ ചേർന്ന് ഞാൻ ഡോക്ടേഴ്സിന് സെഷൻ കൊടുക്കാൻ പോരുന്നു മെഡിക്കൽ കോളേജ് മുംബൈയിൽ. അപ്പോൾ ഫുഡാണ് ബേസിക്കലി എല്ലാം. ഗട്ടാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ്റെ ഭൂതവും ഭാവിയും എല്ലാം തീരുമാനിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടാണ്. ആർക്കും ആണെങ്കിലും തർക്കിക്കാം. ഐ ആം റെഡി ഫോർ എ ഡിബേറ്റ്. പല പ്രശ്നങ്ങളും ഇവിടുന്ന് തുടങ്ങണേ. എന്നെ സംബന്ധിച്ചോളം എല്ലാ പ്രശ്നങ്ങളും ഇവിടുന്നാണ് തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചോളം എവ്രിതിങ്. ബിക്കോസ് ഇപ്പോൾ താങ്കളിപ്പോൾ ഈ പറഞ്ഞ ഡയറ്റ് പ്ലാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന മൊമെൻറ്റിൽ യുവർ ലൈഫ് ടോട്ടലി ചേഞ്ചസ്. ട്രസ്റ്റ് മീ, ടോട്ടലി ലൈഫ് മാറും. അത് എങ്ങനെയാണെന്നുള്ളതൊരു ഭയങ്കര വിസ്മയമാണ്. ഗട്ട് കറക്റ്റ് ചെയ്യുന്നിടത്ത് ലൈഫ് മാറുകയാണ്.
പലരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 105 110 കിലോ ഉണ്ടായിരുന്ന ബിബിൻ ജോർജ്, അയാൾ വെയിറ്റ് കുറച്ചിട്ടാണ് ഇന്ന് ഹീറോ ആയത്. അയാൾ ഹീറോ ആവാൻ വേണ്ടി വെയിറ്റ് കുറച്ചല്ല. സോ പുള്ളിയുടെ ഡ്രീം പക്ഷേ ഹീറോ ആവണമെന്നുള്ളതായിരുന്നു. ഞാൻ പറയുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ചാലഞ്ച്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയെ പറ്റിയാണ്. അപ്പോൾ ഡോക്ടർ, ഇന്നത്തെ സ്റ്റുഡൻസിൽ, ഇന്നത്തെ കുട്ടികളിൽ നിങ്ങൾ പോയി വളം വയ്ക്കാതെ ഈ പതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമുണ്ടോ? അതെ, ഉണ്ടോ? അപ്പോൾ എന്താണ് ഈ പാരൻസിനോടൊക്കെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ കപ്പ, പുഴുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കുക. കപ്പയും പുഴുക്കൊക്കെ ഷുഗർ ആണെന്നല്ലേ പറയുന്നത്? കാബ്സ് അല്ലേ? ഈ കാബ്സ് കഴിച്ചിട്ടാണ് പി.ടി. ഉഷ എന്ത് ചെയ്തത്? അത് പ്രോട്ടീൻ ഷേക്ക് അടിച്ചിട്ടാണോ? അല്ല, പ്രോട്ടീൻ ഷേക്ക് ഒന്നും ശരി പറഞ്ഞാൽ അന്ന് കേട്ടുകളി ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. പിന്നെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളാണ് ചെറുപയർ, വൻപയർ, കഞ്ഞി, ചോറ്, തോരൻ പോലുള്ള ഭക്ഷണങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പച്ചക്കറി എന്ന് പറയുന്നൊരു സാധനം ഇഷ്ടമല്ലല്ലോ. എല്ലാവർക്കും ഈ പറയുന്ന പോലെ വറുത്തത്, പൊരിച്ചത് പോലത്തുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അതൊന്ന് നമ്മളിപ്പം ഒരു രോഗമായിട്ടൊരു ഒരു രോഗി അല്ലെങ്കിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ മോളെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കണം, മോള് കുറച്ച് നാളത്തേക്ക് ചിക്കനും മീനും ഒക്കെ ഒന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖം ചുളിഞ്ഞു. പച്ചക്കറി ഒന്ന് കൂടുതലായിട്ട് കഴിക്കാൻ പറഞ്ഞാൽ തന്നെ പോയി. സ്കൂളിൽ നിന്ന് തുടങ്ങണ്ടേ? അതെ, വീട്ടിൽ നിന്ന് തുടങ്ങണം, സ്കൂളിൽ നിന്ന് തുടങ്ങണം. ഈ ഡോക്ടേഴ്സ് എന്തുകൊണ്ട് സ്കൂളുകളിൽ സെഷൻ കൊടുക്കുന്നില്ല? നമ്മൾക്ക് മിക്കവാറും ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഡോക്ടേഴ്സിനൊക്കെ ഉണ്ട്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അല്ലല്ലോ ഡോക്ടറെ. അല്ല, സോഷ്യലി അതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഇവിടുത്തെ സിനിമാ താരങ്ങളും ഇവിടുത്തെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇല്ലെങ്കിൽ മീഡിയ പേഴ്സണാലിറ്റീസും ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും ഒരു അപ്രോച്ച് ഓരോ സ്കൂളുകളിൽ മെസ്സേജ് അയക്കുന്നു, മെയിൽ അയക്കുന്നു. ഐ എം ഷൈജു ദാമോദരൻ, ഐ എം അവൈലബിൾ ഫ്രം സോ ആൻഡ് സോ ഡേറ്റ് സോ ആൻഡ് സോ ഫോർ എ ടോക്ക്. ഐ ലൈക്ക് ടു മീറ്റ് ദ സ്റ്റുഡൻസ് ഫോർ എ കരിയർ ഫോർമേഷൻ. ഇറ്റ് ഈസ് ഫ്രീ. ഇങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? നല്ല ചോദ്യമാണ്. ശരി, ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ് അങ്ങനെ അല്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് താങ്കൾ ചെയ്യുന്നില്ല? ഇതുവരെ ഇങ്ങനൊരു തോട്ട് പ്രോസസ്സ് ഇതേവരെ വന്നിട്ടില്ല. നമ്മളതിനൊരു മാറ്റത്തിന് കാരണമാവണ്ടേ? കാരണം നാളെ എൻ്റെ മകൻ പോയി കല്യാണം കഴിക്കുന്ന ഒരു കുടുംബത്തിൽ ആ പെണ്ണും ഹെൽത്തി ആയിരിക്കണ്ടേ? എൻ്റെ മകൻ മാത്രം ഹെൽത്തി ആയിരുന്നാൽ മതിയോ? നമ്മളെല്ലാം കണക്റ്റഡ് അല്ലേ ഡോക്ടർ? അതെ, ശരിയാണ്. നമ്മൾ ഇനി ഇങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ വേണ്ടേ ഡോക്ടറെ ചിന്തിക്കാൻ, അല്ലേ? അപ്പം നമ്മൾ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ഞാൻ ഈ ഷൈൻ വിത്ത് നളൻ പ്രോഗ്രാമിൽ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ തോട്ട് പ്രോസസ്സിനകത്ത് നമുക്ക് സോഷ്യലി ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഫ്യൂച്ചറിൽ നിന്നും കടമെടുത്ത് തിന്ന ഒരു പറ്റം ജനറേഷൻ ഉണ്ടെങ്കിൽ, കാരണം എൻ്റെ പഴയ ജനറേഷൻ എനിക്ക് തിന്നാൻ ഒരുക്കി തന്നെടുത്ത് ഫ്യൂച്ചറിൽ നിന്ന് എടുത്ത് തിന്ന് ഈ കായലിലെയും കടലിലെയും മീൻ തിന്നാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് പോന്നെ ഇന്നത്തെ ഈ തലമുറയോട് ഷൈജണ്ണ എന്താ പറയാനുള്ളത്? നമുക്ക് അവനവൻ ആവശ്യമുള്ളത് മാത്രം കഴിക്കുകയും ആരോഗ്യത്തിന് ഹിതകരമായത് മാത്രം കഴിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ബാക്കിയുള്ളത് വെക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കും. ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കഴിച്ചാലും എത്ര കിട്ടിയാലും മതിയാവാത്തൊരു മനസ്സും എത്ര കഴിച്ചാലും കൊതി തീരാത്ത ഒരു ആമാശയവുമായിട്ട് ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ അവൻ അപകടകാരിയാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അവനൊന്നും ബാക്കി വെക്കുന്നില്ല. അവൻ കോംപ്ലീറ്റ് തൂത്തടിച്ച് പോവാണ്. ഇന്നത്തെ തിന്നെ മാത്രമല്ല അതാണ് കംപ്ലീറ്റ് തൂത്തടിച്ച് വാഷ് ഔട്ട് ചെയ്ത് കൊണ്ടുപോകണം അവൻ. അപ്പം അത് ശരിയായ ഒരു എന്താ പറയുക, അത് ശരിയായ ഒരു രീതിയല്ല, അത് ശരിയായ ഒരു സംസ്കാരമല്ല. കാരണം ഇനി എത്രയോ തലമുറകൾക്ക് കൂടി ബാക്കി വെക്കണം ഇവിടെയുള്ള എല്ലാ സംഗതികളും. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും വരുന്ന തലമുറയെ തീർച്ചയായിട്ടും ഒരു ചെടി നടാനോ ഇല്ലെങ്കിൽ ഒരു മാവിലേക്ക് നോക്കാനോ ഇല്ലെങ്കിൽ നിൽക്കുന്ന പേരയ്ക്ക പറിച്ച് തിന്നാനോ എൻഗേജോ എൻ്റർടൈനും ചെയ്യാതെ എന്ത് വിദ്യാഭ്യാസമാണ് ഡോക്ടറെ ഇവിടെ നടക്കുന്നത്? ഡോക്ടറെ പോലെ ഇന്ന് പൾസ് പിടിച്ച് നോക്കി ഒരു 4000-5000 രൂപയുടെ സ്കാൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാനുള്ള ബേസിക് ഗട്ട്സ് വേണം. ബിക്കോസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ക്യാൻസലായി പോവും. ശരിയല്ലേ? അങ്ങനെയുള്ള നിങ്ങളെ താഴെ വന്ന് വളരെ തേജോവധം ചെയ്ത് കമൻ്റ് ഇടുന്ന വ്യക്തിത്വങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ? നമ്മൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് ഈ നാടിൻ്റെ കഞ്ഞിയെയും പയറിനെയും ഉയർത്തിപ്പിടിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഈ നാടിൻ്റെ പൾസ് പിടിച്ചു നോക്കി നിങ്ങളുടെ അസുഖങ്ങൾ പറഞ്ഞ് എൻ്റെ ജോലിയെപ്പോലും ചോദ്യം ചെയ്ത്, കാരണം പാട്ടുപാടിയും ജീവിക്കാൻ അറിയാം എന്ന് കാണിക്കാനും കൂടെ പാടാൻ പറഞ്ഞത്. ആ സമയത്ത് ഇരുട്ട വിളക്ക് പൈസ ഉണ്ടാവട്ടെ,
പക്ഷേ അത് നിങ്ങളുടെ ഒരു രോഗശമനത്തിൻ്റെ പുറത്താണ് അവരുണ്ടാക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് ഓറിയന്റഡ് ആണ്. Result oriented. ഇഫ് ദർ ഈസ് റിസൾട്ട്, കൈയടിക്കാനും അംഗീകരിക്കാനും മടി കാണിക്കുന്നത് എന്തിനാ? അല്ലേ? അപ്പം ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിക് എന്ന് പറയുന്നത് അവർ ഫുഡ് കറക്ഷനും ബോൺ കറക്ഷനും അല്ലേ? അതിനൊക്കെ എന്താ പറയുന്നത്? ഇത് കറക്ഷൻ ടെക്നിക്, സ്പൈനൽ കറക്ഷൻ. അതിനെന്താ അതിൻ്റെ ടെക്നിക്കൽ ടേം എന്ന് പറയാം? എനിക്ക് എൻ്റെ അല്ല, നമ്മളിപ്പം കൈറോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കൈറോ പ്രാക്ടീസും മർമ്മ ചികിത്സയും കൂടി കമ്പൈൻ ഈ ചെയ്തിട്ടുള്ള കൈറോ പ്രാക്ടീസ് ഈ കഴിഞ്ഞൊരു 10 വർഷം 5 വർഷത്തിലല്ലേ ഇത്രയും ട്രെൻഡിങ് ആയത്? അതെന്തുകൊണ്ട് അങ്ങനെ ആവും? ഇല്ല, ട്രെൻഡിങ് എന്ന് പറയാൻ പറ്റില്ല. മീൻസ് ഇപ്പൊ അറിഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്. ഉള്ളതുകൊണ്ട് ആയിരിക്കാം. കാണുന്നതാണ് അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളാണെങ്കിൽ പോലും വീഡിയോസ് ഇടുമ്പോൾ ഡോക്ടറെ അതൊന്ന് ഞെക്കി ഒന്ന് ശരിയാക്കി തരുമോന്ന് പറയും. എന്താ സംഭവം എന്ന് പോലും അറിയില്ല. കണ്ടതിൻ്റെ ബേസിൽ വരുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളത് വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ചെയ്തതാണ്. ആദ്യം ബോഡിയെ സെറ്റാക്കിയിട്ട് മാത്രമേ നമുക്കത്, കാരണം എടുത്തുപടി ചെയ്യാന്നുള്ള രീതി അല്ല അത്. അതൊരു ഒരു ഒരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതിന് കുറേ പടികളുണ്ട്. ആ പടി കടന്നു വന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടറിൽ 3 ഉത്തരവാദിത്വങ്ങളാണ് നിൽക്കുന്നത്. എ വുമൻ, എ ഡോക്ടർ ആൻഡ് എ ഹീലർ. ശരിയല്ലേ? ഇതിൽ ഏതാണ് ഡോക്ടർ ആക്ച്വലി? ആസ് എ വുമൻ എനിക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. കാരണം ഇത്രയും പേഷ്യൻസ് ഒരു ദിവസം മിനിമം എത്ര പേഷ്യൻസിനാണ് നോക്കുന്നത്? 60-70 പേരുണ്ടാവും. ഭാര്യയും ഭർത്താവും കൂടെ 3 ഹോസ്പിറ്റൽസ്. അപ്പോൾ രാത്രി 12 മണി. അപ്പോൾ എങ്ങനെയാണ് ഈ ഫാമിലി ലൈഫും? കാരണം ഈ പേഷ്യൻസിന് ഇത്രയും അസുഖങ്ങൾ കേൾക്കുകയാണല്ലോ, ഉറപ്പായിട്ടും ഭയങ്കര വേദനാപരമായ കാര്യമാണ്. ഇത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിൽ എൻ്റർ ചെയ്യുമ്പം ഈ വേദനകൾ കൊണ്ടുപോകും. വീട്ടിലത്തെ കാര്യം വീട്ടിൽ, ക്ലിനിക്കിലത്തെ കാര്യം ക്ലിനിക്കിൽ, രണ്ടും കൂടെ ആയിപ്പോൾ നമുക്ക് വട്ടായിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് ഇപ്പം സാറിൻ്റെ പ്രശ്നങ്ങളായിരിക്കത്തില്ല ഷൈജി സാറിനുള്ളത്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് ഓരോന്ന് കിട്ടുമ്പം നമുക്ക് പേഷ്യൻസിൽ നിന്ന് നെഗറ്റീവ് എനർജിയും കിട്ടുന്നുണ്ട്, പോസിറ്റീവ് എനർജിയും കിട്ടുന്നുണ്ട്. കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു ചില പേഷ്യൻസ് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കും. അത് പണ്ട് എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യാണ്. ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി ഭയങ്കര ഡ്രെയിൻ ഔട്ട് ആവുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ അത് വാമപ്പ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് എഴുന്നേറ്റ് നടക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത പേഷ്യൻ്റ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ആ എനർജിയിൽ പോലും പോസിറ്റീവ് നെഗറ്റീവ് എനർജീസ് ഒക്കെ കൂടുതലും പേഷ്യൻസ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്. ഒരുപാട് മൈൻഡ് പരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഹെൽത്തി മീൻസ് ഫിസിക്കലി പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പം നമുക്ക് കൂടുതൽ നെഗറ്റീവ് എനർജീസാണ് കിട്ടുന്നത്. അത് അവിടെ ഇട്ടിട്ടേ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി കുളമാവും. നമ്മളുടെ ഒരു വൈദ്യ ചികിത്സകൾ പണ്ട് പുരാതനവും പുരാണവുമായ വൈദ്യ ചികിത്സകൾ, ഇപ്പോൾ ചൈനയിൽ ബേസിക്കലി പറയുന്നത്, ഡോക്ടറിന് അറിയുമെന്നറിയില്ല, എത്ര വലിയ ഹോസ്പിറ്റലുകൾ കിട്ടിയാലും അതിൽ ചൈനീസ് മെഡിസിൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണമെന്ന് അറിയോ ചേച്ചേട്ടന്? കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണ്ടേ നമ്മളുടെ കേരളത്തിലും ഹോസ്പിറ്റൽസിനകത്ത് മാൻഡേറ്ററി ആയിട്ട് നമ്മളെ സിദ്ധവൈദ്യവും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അതേപോലെ തന്നെ അല്ലേ സ്റ്റാർ ഹോട്ടൽസ്, ഇപ്പോൾ ഹയാത്ത്, അവിടെ എല്ലാം നമ്മളുടെ ദേശീയ തെങ്ങുകളിലും അല്ലേ ഒരു കേരള ജംഗ്ഷൻ വരണ്ടേ? തീർച്ചയായും നമ്മുടേതായ കാര്യങ്ങൾ വരണ്ടേ? അത് നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഈ സ്റ്റേക്ക് എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പോൾ കേട്ടോണം. വി ഗോട്ട് ബീഫ് സ്റ്റേക്ക് വിത്ത് മാഷ്ഡ് പൊട്ടറ്റോസ് ആൻഡ് സ്റ്റീംഡ് വെജിറ്റബിൾസ്. എന്തു പറഞ്ഞത് ഞാൻ? ബീഫ് സ്റ്റീക്ക് വിത്ത് മാഷ്ഡ് പൊട്ടറ്റോസ് ആൻഡ് സ്റ്റീംഡ് വെജിറ്റബിൾസ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ചുട്ട ഇറച്ചി, ഉടച്ച ഉരുളക്കിഴങ്ങും വേവിച്ച പച്ചക്കറി. ഇത് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളെ മോൻ കഴിക്കുമോ? നേരെ കുറച്ച് മോൻ്റെ അടുത്ത് പറയാള്, മോനെ ഞാൻ അച്ഛ പ്രിപ്പയർ സംതിങ് കോൾ സ്റ്റേക്ക് വിത്ത് 250 gram of meat or 150 gram of meat, mashed potatoes and steamed vegetables. ഓ കൊള്ളാം അച്ഛാ, കൊള്ളാം. ഇത് തിന്നാൻ കൈകൊണ്ടും തിന്നാൻ പറ്റില്ല, സ്പൂണും ഫോർക്കും വേണം. ഞവടി നമ്മളെ ചട്ടിക്കകത്ത് ചോറൊക്കെ ഇട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നല്ല ഈ മാങ്ങയും മുരിങ്ങയ്ക്കയും, ഇത് വെജിറ്റേറിയനാണ്, അതുപോലെ മാറ്റി വയ്ക്കാം. മാങ്ങയും മുരിങ്ങയ്ക്കയും ഈ മത്തി നല്ല സിൽവർ കളർ ഇരിക്കും, അറിയാമോ? ആ സിൽവർ നമ്മൾ ഈ മുള്ളിനെ കുടയുമ്പോഴത്തേക്ക് വെളുവിളാന്നിരിക്കും. ഈ മാങ്ങയും മുരിങ്ങയ്ക്കുള്ള തേങ്ങ അരച്ച മീൻകറി ഞങ്ങൾ തെക്കന്മാർ കൊല്ലക്കാരന്മാരുടെ ഫേവറേറ്റാണ്. ഇത് ആ ചട്ടിക്കകത്ത് ഇങ്ങനെ വിരവിയിട്ട് ഇടയ്ക്ക് ആ മാങ്ങ ഒന്ന് ഇങ്ങനെ അത് തിന്നുന്ന ടേസ്റ്റാണ്. ഇവൻ്റെയൊക്കെ ഏത് സ്റ്റേക്കിൽ ഈ ചുട്ട ഇറച്ചി ഈ ബണ്ണിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് അതിന് ടേസ്റ്റ് വരാനായിട്ട് മയോണൈസും തേക്കണം, പിന്നെ പാക്കറ്റ് കീറിയിട്ട്
തക്കാളി എന്ന് പറയുന്ന സാധനം, കെച്ചപ്പ് എന്ന് പറയുന്ന തക്കാളി പോലുമല്ല, എന്നാ പറഞ്ഞു ഈ സാധനവും പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതിലും വേണം ടൂത്ത് പേസ്റ്റ് തേച്ചിട്ട് അങ്ങ് തിന്നാ പോരെ. അതിനുണ്ടല്ലോ ഇത് മധുരം. അത് ടൂത്ത് പേസ്റ്റ് എന്ന് വിളിച്ചോണ്ടല്ലേ നിങ്ങൾ തുപ്പുന്നേ, അല്ലേ? അതിനെ ഞാൻ മയോണൈസ് എന്ന് വിളിച്ചിരുന്നേ നിങ്ങൾ തിന്നത്തില്ലേ? തിന്നത്തില്ല കളർ ഏതാണ്ട് സെയിം അല്ലേ? ലോകത്തില്ലാത്ത കാശ് തന്ന് തിന്നും. ഇതല്ലേ മാറ്റങ്ങൾ ഉണ്ടാവണ്ടേ? ചിന്തിച്ചു നോക്കി. അപ്പം നമ്മളുടെ ഒരു കൾച്ചർ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവരെ പോലത്തെ യങ് ഡോക്ടേഴ്സ് when they come into the industry and they take a challenge, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടേക്കിംഗ് എ ചാലഞ്ച് അല്ലേ, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. ദാറ്റ് ഈസ് വൈ ഐ ആസ്ക്ഡ് ഹർ ടു ജോയിൻ മീ ടുഡേ. നമ്മുടെ ഇന്റർനാഷണൽ കമൻറ്റേറ്റർ ഇസ് വിത്ത് മീ ആൻഡ് വിൽ ഹാവ് എ ഡിസ്കഷൻ. പൾസ് പിടിച്ചു നോക്കിയിട്ട് പഴയ കാലമൊക്കെ പോയി. പഴയ കാലമല്ലേ കാലം. അല്ല പണ്ടിങ്ങനെയായിരുന്നു, പണ്ട് പൾസ് പിടിച്ചു ഈ കിടുതാപ്പ് വെച്ചിട്ട് പിന്നെ നെഞ്ചിടി എന്ന് പറഞ്ഞ് കേൾക്കുന്നത് പൾസല്ലേ, അല്ലേ? ശ്വാസം വലിച്ചുവിട് അല്ലേ, അഡ്മിറ്റ് അല്ലേ? ഈ പൾസ് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാദം പിത്തം കഫം എന്ന് പറഞ്ഞുള്ള ഒരു ബേസിക് തിയറി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈ മറ്റേ സരിഗമ പതിനിസ കേൾക്കുന്ന കണക്ക് വല്ല റിതം വല്ലതും ഉണ്ടോ അതിനകത്ത്? അല്ല, മോഡേൺ സയൻസിൽ പറയും വോളിയം റിതം, ആ ഒരു അതേ ബേസിക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിലിപ്പം വാദത്തിൻ്റെ പൾസ് അടിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിയിലേ വാദത്തിൻ്റെ പൾസ് അടിക്കാവുള്ളൂ. പിത്തത്തിൻ്റെ പൾസ് അടിക്കേണ്ടത്, കഫത്തിൻ്റെ പൾസ് അടിക്കേണ്ടതൊക്കെ ഒരു രീതിയിലാണ്. ഈ പറയുന്ന ഈ ബീറ്റിനകത്ത് അത് കേൾക്കാൻ പറ്റും. അതിപ്പം നമ്മൾ 3 വിരൽ വെക്കുമ്പം 3 വിരൽ 3 ഇതിനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ വിരൽ വാദത്തിനാണെങ്കിൽ ഈ വിരൽ പിത്തത്തിന്, ഈ വിരൽ കഫത്തിനെയാണ് അടിക്കുന്നത്. അപ്പം ഇത് അടിക്കുമ്പോൾ എപ്പോഴും കഫം എന്ന് പറയുന്ന പൾസ് എപ്പോഴും സൈലൻ്റ് ആണ്, അവൻ സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടവനാണ്. പക്ഷെ അവൻ കൂടുതലായിട്ട് അടിക്കുമ്പോൾ നമുക്ക് ശ്വസനമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, കഫത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിത്തം ബേസിക്കലി കുറച്ച് ഷാർപ്പായിട്ടാണ് അടിക്കുന്നത്. നല്ല രീതിയിൽ പിത്തം അടിക്കുമ്പോൾ, അല്ലെങ്കിൽ വാദവും പിത്തവും കൂടി നന്നായിട്ട് അടിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതൊരു ബേസിക് തിയറി തന്നെയാണ്, ബ്ലൈൻഡായിട്ട് ചുമ്മാ പറയുന്നതല്ല, ഒരു തിയറി വെച്ചിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ഫുഡ് പ്ലാൻ തമസിക് ഫുഡാണ് ബേസിക്കലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സാത്വിക്, രാജസിക്, താമസിക് ജനങ്ങൾക്ക് അറിയായിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തു എന്താ ഡോക്ടർ എന്നാണ് പറയുന്നത്, എങ്ങനെ ആയിരിക്കണം ഒരു ഹീലിംഗ് മെത്തേഡിൽ പോകുന്നുണ്ടെങ്കിൽ ഏതൊരു ഫുഡ് പ്ലാൻ പിടിച്ചാൽ നന്നായിരിക്കും? എപ്പോഴും ഈസിലി ഡൈജസ്റ്റബിൾ എന്ന് പറയുന്നത് എപ്പോഴും വെജിറ്റേറിയൻ ഫുഡ്സ് തന്നെയാണ്. അപ്പം അതിനകത്തും ഈ മസാല സ്പൈസസ് ഒക്കെ കയറുമ്പോൾ കുറച്ചും കൂടി ഹാർഡായിരിക്കും രാജസിക്കിലേക്ക് പോകും. രാജസിലേക്ക് പോകും. അപ്പം എപ്പോഴും സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ കുട്ടികളിൽ സ്പെഷ്യലായിട്ടും സാത്വിക് ഫുഡ് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ? അതെ, ഏറ്റവും നല്ലത്. തീരെ നോൺ വെജോ കാര്യങ്ങളോ കൊടുക്കണ്ടെന്നല്ല, പക്ഷെ എപ്പോഴും കുട്ടികളുടെ വയറെന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സെൻസിബിൾ ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും. അതനുസരിച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട്. അത് കൂടുതലും പച്ചക്കറികളൊക്കെ നന്നായിട്ട് റോ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിൻ്റെ മൊത്തം സത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഇപ്പം നമ്മൾ റോ ആയിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് കുക്ക്ഡ് ആയിട്ടും കൊടുക്കാമല്ലോ, അല്ലേ? സൂപ്പിന് ഒരു ലൈഫിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസസ് ഉണ്ടാവും? സൂപ്പ് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നുന്നത് സൂപ്പിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പ് എന്നുള്ളൊരു ലൈൻ വരും. ഒരു റാപ്പിഡ് ക്വസ്റ്റ്യൻ പോവാം നമുക്ക്, ജനറൽ ആൻസേഴ്സ് മതി ഫ്രം യുവർ ഹാർട്ട്. മോർണിംഗ് റുട്ടീൻ ദാറ്റ് കീപ്സ് യു ഗ്രൗണ്ടഡ്? പ്രാണായാമം. വൺ ഹാബിറ്റ് ദാറ്റ് യു ഓൾവേസ് റെക്കമെൻഡ്? ബേസിക്കലി യോഗ തന്നെ ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും. അത് മൈൻഡിനാണെങ്കിലും മെൻ്റലി ഫിസിക്കലി നമ്മളെ ഹെൽത്ത്ഫുൾ ആക്കുന്നത് യോഗ എന്ന് പറയുന്നുള്ള പ്രാക്ടീസുകളായിരുന്നു. സ്ട്രെസ് ഓർ സ്ലീപ്പ്, വിച്ച് ഡാമേജസ് ഹെൽത്ത് മോർ? ബോത്ത്. ആണോ? ഒരുപാട് പിന്നെ ഒരുപാട് ഉറങ്ങാനും പാടില്ല, എല്ലാത്തിനും ഒരളവില്ലേ, ഒരുപാട് ഉറങ്ങി പോകുന്നത് പ്രശ്നം. One myth about pulse diagnosis. സ്ഥിരമായിട്ട് കമന്റുകളിൽ കാണുന്നത് ജ്യോത്സ്യരാണോ എന്ന് ചോദിക്കുന്നത്. ജ്യോത്സ്യമല്ല, അല്ല. ഹീലിംഗ് വേർഡ് യു ബിലീവ് ഇൻ? ഗോഡ്. ഇപ്പോൾ നമ്മൾ പൾസ്, ഡോക്ടർ പൾസ് എന്ന് പറയുന്നൊരു ക്ലിനിക്ക് നമ്മളിപ്പം കാക്കനാടുണ്ട്, അല്ലേ? അപ്പം ഇവിടെ വന്ന് പേഷ്യൻസ് വന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ആശ്വാസം നേടിപ്പോകുന്ന സമയത്ത് ഡോക്ടർ കൃഷ്ണപ്രിയയെ പറ്റി ഓർക്കണമെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? എനിക്ക് നല്ലൊരു മനുഷ്യൻ എന്ന് പറയുന്നത് കേൾക്കാനാണ് എപ്പോഴും ഇഷ്ടം. എന്താണ് ജനങ്ങളോട് ഒരു മെസ്സേജ് ആയിട്ട് ഡോക്ടർ എന്ന രീതിയിൽ എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. അതിനകത്ത് ഇപ്പം ഷെഫ് പറഞ്ഞ പോലെ തന്നെ ഭക്ഷണമാണ് എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നതിൻ്റെ ബേസിക് കിടക്കുന്നത് എപ്പോഴും നമ്മുടെ ഫുഡിൽ തന്നെയാണ്. അപ്പം എപ്പോഴും ഇപ്പോഴത്തെ
ഒരു ട്രെൻഡിൻ്റെ പുറകെ പോവാതെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ വയറിനെയും നമ്മളെയും സംരക്ഷിക്കുക. ഞാൻ നേരത്തെ ചോദിച്ചാണ്, ഈ പൾസ് പിടിക്കുമ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കഫമാണോ, ഏതാണ് ഇന്നത്തെ കാലത്ത് ഒരു പ്രതിസന്ധിയായിട്ട്? രണ്ടും ഉണ്ട് അതിനകത്ത്. കഫം, കാരണം ഇപ്പോൾ ഒരുപാട് വൈറൽ ഇൻഫെക്ഷൻസ് വരികയാണല്ലേ. അത് മെയിൻലി നമ്മുടെ ഹെൽത്ത് കുറയുന്നത് കൊണ്ട് തന്നെയാണ്, ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻസ് പിടിക്കുന്നത്. പണ്ട് ഈ പറയുന്ന രോഗങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമുക്കതിനനുസരിച്ചുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ ബോഡി വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെ അല്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള എത്ര കുഞ്ഞു പിള്ളേരുണ്ടെന്ന് അറിയാമോ? ടൈപ്പ് 1 ഡയബറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും വരാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമ്മൾ മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് അവരുടെ ഡയറ്റ് പ്ലാനൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളതുണ്ട്. ഇതൊന്നും പണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരുന്നു. ഇല്ലയെന്ന് നമ്മൾ ബേസിക്കലി പറയാൻ പറ്റില്ല, ബ്ലൈൻഡായിട്ട് പറയാൻ പറ്റില്ല. ഉണ്ട്, പക്ഷേ വളരെ കുറവായിരുന്നു. ഇപ്പം അതിൻ്റെ അളവ് വരുന്നത് വളരെ കൂടുതലാണ്. എപ്പോഴും നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ഹെൽത്ത് എപ്പോഴും നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ചികിത്സയൊക്കെ ചെയ്ത് ഇത്രയും പേഷ്യൻസിനെ നോക്കി പോകുന്ന സമയത്ത് ഇങ്ങനെ ബാഡ് കമൻസോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കമൻസൊക്കെ വരുമ്പം അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടുകാരോ സുഹൃത്തുക്കളോ നേരത്തെ ചോദിച്ചാണൊക്കെ ഇപ്പം അതൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു തരാറുണ്ട്? ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നല്ലേ? ഇല്ല, ഞാൻ മിക്കവാറും നമുക്കിപ്പോൾ പൾസ് നോക്കുമ്പോൾ ഉള്ള പ്രശ്നം തന്നെ നമുക്ക് എപ്പോഴും മൈൻഡ് ഭയങ്കര ക്ലിയർ ആയിട്ടിരുന്നാലേ നമുക്ക് ഈ സാധനം കിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് ആദ്യമൊക്കെ പോട്ടെ വിട്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. നമ്മളൊരു ആത്മാർത്ഥമായിട്ടുള്ള കാര്യം ചെയ്യുമ്പം വളരെ മോശമായിട്ടുള്ള കമൻറ്റ് കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ അവസാനം ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, എനിക്ക് അയക്കാൻ നിൽക്കണ്ട. കാരണം ഞാൻ കമൻ്റ് എടുത്ത് നോക്കാറില്ല. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രം. കാരണം ഇപ്പം തമ്മി സംസാരിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പം ഇതുപോലുള്ള പരിപാടികൾക്ക് ഇരുന്ന് സംസാരിക്കുന്നതല്ലാണ്ട് അയൽവക്കത്ത് പോയിരുന്ന് അവളോട് ഇവളോട് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അല്ല, അത് വേറെ അല്ല. ബേസിക്കലി എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ഇദ്ദേഹത്തിന് അവരെ വിളിക്കും, ചിലപ്പോൾ എടുക്കാറില്ല. 98 മണിക്കൂർ കഴിഞ്ഞില്ല, മണിക്കൂർ അല്ല, നമ്മൾക്ക് എപ്പോഴും വായ്മൊഴിയായിട്ട് അറിയുന്നതിലൊരു പവർ ഉണ്ട്. എങ്കിലും ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തമ്മിൽ അധികം സംസാരിക്കില്ല, എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പം ഇവർക്ക് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പറ്റി അറിയണം, ഇന്ന പോലൊരു കാര്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ സ്വയം നമ്മളെ പൊഴുതി പറയണതല്ല. അപ്പം നമ്മൾ കമന്റ് എടുത്ത് നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നോക്കാറില്ല കമന്റ്. Doctor, we are going to wind up. It was a great session talking to you for a better nation. Actually, we have one Mr. Shaiju Damodaran, who is also a great personality, and this is Dr. Krishna Priya. She is practicing in multiple hospitals here, especially in Palamedi city. സോ ഒരു 2 പേര് ഇതിൻ്റെ ഇടയിൽ ഭക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കുംഭമേളയ്ക്ക് പോകും, ഹസ്ബൻഡ് വൈഫോടാണ് പോകുന്നത്. ഈ ഡിവിനിറ്റി ഒരു ഭയങ്കര ഫാക്ടറാണ്. അപ്പോൾ 2 വരി പാട്ടുകൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, ത്രിപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോതി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. ഇദ്ദേഹത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു കമൻറ്റേറ്ററാണ്. അപ്പം സംസാരിക്കുക, ബഹളം വയ്ക്കുക, അതിലൂടെ ട്രാവൽ ചെയ്യുക, സൈലൻസിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചായിരുന്നു. എൻ്റെ ചോദ്യം, നല്ലൊരു ലിസണിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾക്കെല്ലാം അതൊരു മരുന്നാകും. ഉറപ്പായിട്ടും. കാരണം ചിലവർ വന്ന് പറയില്ലേ, ആ ഡോക്ടറിനെ കണ്ടാൽ തന്നെ രോഗം മാറും, മരുന്ന് കഴിക്കണമെന്നില്ല എന്ന് പറയുന്നത്. വേറൊന്നല്ല, അവരെ ലിസൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് 10-50 പേഷ്യൻസ് പുറത്തുണ്ടാവും, പക്ഷേ ഈ ഒരു ഒറ്റ പേഷ്യൻസിന് ചിലപ്പോൾ നമ്മൾ 3/4 മണിക്കൂർ 1 മണിക്കൂർ എടുത്ത കൺസൾട്ടേഷൻ ഉണ്ട്. കാരണം അവരെ ഇരുന്ന് കേൾക്കുക എന്നുള്ളത്
വേണ്ടതാണ്. മരുന്നാണ്. അവർക്ക് ആ മരുന്ന് കൊടുക്കുന്നതിനെക്കാട്ടിലും അവര് പറയാനുള്ളത് മുഴുവൻ കേൾക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എനിക്കറിയാവുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്. ഇപ്പോൾ ആ പേഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറെ ചെന്ന് കാണുന്നു. അപ്പം പൊതുവെ എനിക്കിഷ്ടപ്പെട്ട ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് പ്രശ്നമൊന്നുമില്ല, ചുമക്കുള്ള പൊടി ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും തൊണ്ടേ കൊണ്ടാൽ മതി, എനിക്ക് ഈ ഡോക്ടറെ ഇഷ്ടം. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ഡോക്ടർ കൊള്ളത്തില്ല. ഇനി പുറത്തായിട്ട് അയാളെന്നെ നോക്കിയ പോലും ഇല്ല. ഇദ്ദേഹം ചെന്നിരുന്നിട്ട് പറയും എന്തോ അസുഖം, ചുമയായിട്ടാ ചെന്നേ. 1978 ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ വലത്തേക്കാൽ ഒരുപാട് ലേറ്റായിട്ടാണ് പുറത്തു വന്നത്. അന്ന് തുടങ്ങിയതാണ് എനിക്ക് നടക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് ശ്വാസം മുട്ടിലേക്ക് മാറി. ഈ ശ്വാസം മുട്ട് പിന്നെ ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷമായിരുന്നു എനിക്ക് മുടി പൊഴിച്ചിൽ തുടങ്ങിയത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ, ഒരു ചുമയാ. ഇത് മൊത്തം കേൾക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഡോക്ടറുടെ തീവ്ര ആരാധകനാണ് ഈ വ്യക്തിത്വം. സൈക്കോളജിയാ. ഞാൻ ആദ്യമേയൊക്കെ വണ്ടടിച്ച് അടുത്ത പുള്ളി പോകുന്നത് തുമ്മലുമായിട്ടാന്ന് വെച്ചു. ജനിച്ച സമയത്ത് ഡോക്ടറെ ഇവിടുന്ന് തുടങ്ങും. അല്ല അത് ഇതിനകത്ത് ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു സംഗതി വെച്ചാൽ ഈ ചികിത്സ, രോഗവും ചികിത്സയും എന്ന് പറയുന്നത് ഒരുതരം സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ കൂടിയാണ്. അതിന് വഴങ്ങാത്ത മനസ്സുള്ള ആളുകൾ, അങ്ങനത്തെ ഒരാളെ കുറിച്ചാണല്ലോ പറഞ്ഞത്, അത്തരം രോഗികൾ അവർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ ഏത് കാറ്റഗറി പെടും എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് മറ്റേ കാറ്റഗറി ഇല്ലേ, എല്ലാം ശരിയാക്കി അപ്പം എല്ലാം ശരിയായി പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ശരി ഡോക്ടർ, അയ്യോ ഡോക്ടർ ഞാൻ വിഴുങ്ങിയത് വെള്ളക്കുതിരയാണ്, ഇത് കറുത്ത കുതിരയാണ് ഡോക്ടർ പുറത്തെടുത്ത. ആ വെള്ളക്കുതിരയെ വിഴുങ്ങിയ രോഗികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഡോക്ടർമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. So healing doesn't begin with medicine, ma'am. Sometimes it begins with just listening. So here, thank you doctor, because you are one person who listened to the body whispers. When the body whispers, certain people can listen. കാരണം ബോഡി ഓൾവേസ് വിസ്പേഴ്സ്. നമുക്ക് ഈ പെയിൻ എന്ന് പറയുന്നൊരു കോളാണ്. ബോഡി ക്രൈസ്, ഇപ്പോൾ ചെവി വേദന, ദാഹം, വിശപ്പ്, ഇതെല്ലാം വിളികളാണ്. ഇതൊരു വിസ്പറിങ് ആണ്. ഇത് കേൾക്കാൻ കഴിയുന്ന ഒരു ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഡോക്ടർ, അതും പൾസിൻ്റെ ഋതത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റിയൊരു ഡോക്ടർ ഞങ്ങളുടെ വേദിയിൽ ഞങ്ങളുടെ ഷൈജു ചേട്ടനോടൊപ്പം കിട്ടിയതിൽ ഞങ്ങൾ അതിയായി അഭിമാനം കൊള്ളുന്നു. ഞാനും സാറിനെ പോലെ ഒരാളുടെ മുന്നിൽ വന്ന് ഇരിക്കുക തന്നെ പറഞ്ഞത് വലിയ കാര്യം തന്നെയല്ലേ. അതെ, എന്നാലും പക്ഷെ പുള്ളിയെ പേടിപ്പിച്ചു. അതിനുശേഷം പുള്ളിയുടെ എനർജിയൊക്കെ എങ്ങോട്ട് പോയത്, പുള്ളി ഇപ്പം ഞാൻ ആലോചിക്കുന്നത് പുറത്തിറങ്ങി കൈ വെച്ച് കൊടുക്കുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. കേട്ടല്ലോ ഞാൻ, അതിനി ഇല്ലാത്തൊന്നും ബാക്കിയില്ല. ആദ്യം തൊട്ടങ്ങ് പിടിച്ചു. എന്താ പറയുക, ഗാസ്ട്രോ പ്രോബ്ലംസ്, പിന്നെ ലങ്സിന് ചില തകരാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ചുരുക്കം. പിന്നെ പമ്പിങ് അത്ര കറക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ വെർട്ടിബ്ര, നട്ടെല്ലിന്റെ ഏതോ രണ്ടെണ്ണം, L4 L3 ഏതോ ഒരു സാധനം പറഞ്ഞു, രണ്ടെണ്ണം അതിന് ചെറുതായിട്ടൊന്ന് ജാമായിട്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പോരെ ഒരാളുടെ എനർജി ഇങ്ങനെ പുലിയെ പോലെ ഉറപ്പായിട്ട് കമന്റ് ഉണ്ടാവും. അങ്ങനെ ഗർജിക്കുന്ന സിംഹമേ, നിന്റെ പൾസ് പിടിച്ച് നോക്കി ആ ഡോക്ടർ നിന്റെ ഗ്യാസ് ഊരി വിട്ടോടാ. തീർന്നു. Healing doesn't always begin with medicine. Sometimes it begins with someone listening carefully. Thank you, doctor, for reminding us that the body whispers and true healers know how to listen. This was Shine with Nalin. Until the next story, stay aware, stay blessed, stay balanced. Bye-bye.